വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്ന യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ. അതാണ് മെട്രോ സ്റ്റേഷൻ ബാക്കിൽ കാണാം. പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് ഷെഫീഖിനെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഇന്നത്തെ നോമ്പുതുറ ഷെഫീഖിൻ്റെ കൂടെ അവനെ അറേഞ്ച് ചെയ്തതാണ്. നമ്മൾ ക്രീക്കേ കടന്ന് അപ്പുറം ബർദുബായിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്രീക്ക് സിറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ നോമ്പുതുറ. സോ അവന് ഇന്നും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ വേണ്ടി ഞാനിതാ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഷെഫീഖ് ഇതാ വന്നിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ പോകാനുള്ളത് പോലെ അപ്പം നമ്മൾ നേരെ അബ്രയിലേക്ക് പോകുന്നു. അബ്രയിൽ നേരെ അപ്പുറത്ത് ബർദുബായി പോകുന്നു. അവിടുന്ന് ഫുഡ് കഴിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. കയറല്ലേ? 38 ദിർഹമാണ് കേട്ടോ അവിടെ ഇഫ്താർ ബഫറ്റ് മെനു. ഇതാണ് ഓക്കെ, ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വി ഹാവ് ബുക്കിംഗ്. Ramshid. Yeah. Ramshid. 2. Yes. 23 upstairs. Upstairs. Ramshid, right? Yeah. Upstairs. 23 table. കുഴപ്പമില്ല, മുകളിൽ പോവാം. മുകളിൽ നിന്ന് കാണാം. Ramshid 23. Yes. Yeah. This is our place. So ഇതാണ് നമ്മുടെ സീറ്റ്. ഇവിടുന്ന് വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ക്രീക്കിൻ്റെ വ്യൂ ആണ്. സോ നമ്മളിത് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ്. സോ നമ്മൾ ആദ്യം സ്റ്റാർട്ടറാണ് ഉള്ളത്. പഞ്ചാബി സമൂസ എനിക്ക് വേണ്ട. പിന്നെ സമൂസ വേണ്ട, അത് ഇറങ്ങാം കേട്ടോ. പക്കോട അത് മതി. ഓ, ഇത്രയൊന്നും വേണ്ട. ഓക്കെ, ഇത് ഫലാഫലാണ്. വേണ്ട. ഇതെന്താ? പൊട്ടറ്റോ. ഓക്കെ, ഇത് എഗ് ബജിയാണ്. ഇതെന്താ? ചിക്കൻ റോളോ എന്തോ ആണ്. പൊട്ടിക്കുമ്പോൾ കാണാം. മതി. നമുക്ക് സൂപ്പ് കഴിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഡിഷസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നോക്കാം. ഇതെന്തോ? എന്തൊരു ജ്യൂസാണ് എടുത്ത് തന്നിട്ടുണ്ട്. സ്റ്റാർട്ടറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മെയിൻ കോഴ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. സ്റ്റാർട്ടർ ഇത് എവിടെയാ? സലാഡ് ആദ്യം ഇത് എടുക്കാം അല്ലേ? അഫ്ഗാനി മട്ടൻ പുലാവ്, പിന്നെന്താ ബിരിയാണി. എന്നാ മറ്റേ നോക്കാം. ചിക്കൻ കടായി. ടർക്കിഷ്. അതാണ് നമ്മൾ വെയിറ്റിംഗ് കേട്ടോ. ടർക്കിഷ് എന്നുള്ളൊരു പേരില്ല. കുറച്ചിട്ടാണ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാൻ. ഇത് മറ്റേതാണ്. എന്തോ? സോയാബീൻ.
സോയാബീനാണോ അത്? കഴിച്ചോട്ടെ, ഞാനങ്ങനെ കഴിക്കാം. അതെ. ഇതും ടർക്കിഷ്. ഈ ടർക്കിഷ് ഡിഷിലൊക്കെ ടർക്കിഷ് എന്ന് പേരേ ഉള്ളൂ അല്ലേ? എന്താണെന്ന് എഴുതിയിട്ടില്ല. ഞാനല്ലേ പൊടിക്കണം. അതെ, ചിക്കനാ? ചിക്കൻ അത് തന്നെ ഒന്നിട്ടാൽ മതി. ഒന്നിട്ടാൽ മതിയില്ലേ? ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും വരാമല്ലോ. ഇത് വേണമെങ്കിൽ കിട്ടോ? അത് അതിൻ്റെ ഇതാണ് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ്. അത് കുഴപ്പമില്ല. അത് ഫിഷാണ്. അല്ല, ഫിഷല്ല, അത് ഇതാണ് സോസേജാണ്. അടുത്തത് പാസ്ത. ഓക്കെ, വളരെ പരിമിതമാണ്, വലിയ പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പ്ലേറ്റ് ഇത് അറബിക്. എന്താ ഇത്? ചിക്കനും പിന്നെന്തോ റൈസുമാണ്. റൈസൊന്നും വേണ്ട, എനിക്ക് വേണ്ട. ചിക്കൻ കഴിച്ചോളൂ. അത് നീ കിട്ടും. ഇതായിട്ടുള്ളതാണ് റൈസ് ഇട്ടിട്ട് വേണം എനിക്ക് ചിക്കൻ പറയാം. കുഴപ്പമില്ല. മിക്സ് ബാർബിക്യൂ കഴിഞ്ഞിരുന്നു, അവർ കൊടുന്നിടുന്നു. ചിക്കൻ മതി. ഞാൻ റൈസൊന്നും റൈസ് എടുത്തിട്ടില്ലല്ലോ നമുക്ക്. ഇതെന്താ? തായ് ചൈനീസ്. അത് വേണ്ട. ഇതെന്താ? റൊട്ടിയാണോ? ന്യൂഡിൽസ് ആണോ? എനിക്ക് റൊട്ടി ഒരു പീസ് ഇട്ടെ. ഇതൊരു പീസ് ഇട്ടേ. ഓക്കെ. ആൾക്കാർ കാണില്ല, അല്ലെങ്കിൽ വെറും ഫ്രൈഡ് റൈസ് വേണ്ട. പിന്നെ അത് മറ്റേതാ, പിന്നെ വരാം. അപ്പോൾ മറ്റേ സലാഡ് എങ്ങനെ എടുക്കുക? വാ, സലാഡ് എന്തെങ്കിലും എടുക്കും. ഇത് കൊണ്ടുവച്ചിട്ട് വരാം. സോ ഗൈസ്, സലാഡ് എടുത്തിട്ട് വരാം. നമ്മളൊന്ന് എവിടെയും ടേസ്റ്റ് ചെയ്യാറുണ്ടോ? ഓക്കെ, നമ്മൾ സലാഡ് എടുക്കാൻ പോവുകയാണ്. കോഡ്സ്ലോ എൻ്റെ ഫേവറേറ്റാണ്. പിന്നെന്താ? ഹമ്മൂസ്. ഇത് വേറെന്താ? കുറച്ചെടുത്തോ? ഇതെന്തോ പിക്കിളാണ്. ഇത് മയനൈസ് ആൻഡ് സോസാണ്. പിന്നെ വേറെ കുറേ സലാഡ്സ് ഒക്കെ ഉണ്ട്. കുടിക്കാൻ റൈസ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് റൈസ് എന്തെങ്കിലും പൈസ ഏതാ വേണ്ടേ? എന്നാലും തണ്ടല്ലോ. ബിരിയാണി. ഇനി നമ്മൾ ബിരിയാണി എടുക്കാൻ പോകുന്നു. റൈസും എടുത്തു. അതവിടെ വെക്കുക. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആദ്യത്തെ ഒരു ടേസ്റ്റ് നോക്കാം. ആൾക്കാർ ഓരോ ടേസ്റ്റ് എന്തായാലും ഞങ്ങൾ മെയിൻ ഡിഷ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റൊട്ടി.
ഇതെല്ലാം കൂടെ പറയാൻ തീരില്ല. അപ്പോൾ ടേസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഏറ്റവും നല്ല ഡിഷ് എന്താണെന്ന് അഭിപ്രായം പറയാം.